നിങ്ങൾക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു സംഭവമുണ്ടായി. ഒരു ഉമ്മ മരണപ്പെട്ടു പോയ സമയത്ത് ആ ഉമ്മയുടെ ഖബറിനരികിൽ വേദനയോടുകൂടി നിൽക്കുന്ന ഒരു നായയുടെ സംഭവം. ആ നായയ്ക്ക് സ്ഥിരമായി ഭക്ഷണം കൊടുത്തിരുന്ന ആ ഒരു ഉമ്മ, ആ ഉമ്മയ്ക്ക് തിരിച്ചു പ്രത്യുപകാരം എന്നോണം, നന്ദി എന്നോണം ആ നായ ആ സ്നേഹത്തോടുകൂടി ആ ഉമ്മയുടെ ഖബറിനരികിൽ നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു സംഭവമായിരുന്നു അത്. ഇനി അതേ കേരളത്തിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സംഭവമുണ്ടായി. വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനോട് അഷ്കർ എന്ന് പറയുന്ന ഒരു നെറികെട്ടവൻ ചെയ്ത കൊടും ക്രൂരത കേരള മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണത്. ആ കുഞ്ഞിനോട് ആ നെറികെട്ടവൻ അത്രയും ക്രൂരത ചെയ്യുമ്പോൾ അതിന് കൂട്ടുന്നതാകട്ടെ ആ കുഞ്ഞിൻ്റെ അമ്മയെന്ന് പറയുന്ന ആ നെറികെട്ടവളാണ്. ഇവളെയൊന്നും അമ്മ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൊണ്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞു പോകാനേ സാധിക്കുകയുള്ളൂ. സ്വന്തം ചോരയിൽ പിറന്ന ആ കുഞ്ഞിനെ ഈ നരാധമയും അവളുടെ കാമുകനും കൂടി ചേർന്നുകൊണ്ട് നടത്തിയ ആ ക്രൂരമായ കൊലപാതകം കേരള മനസാക്ഷി വല്ലാതെ ഞെട്ടിപ്പിച്ചൊരു കൊലപാതകമായിരുന്നു. മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കേട്ടു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു വാർത്തയാണ് ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ടത്. തിരുവനന്തപുരം നെടുമങ്ങാട് വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിൻ്റെ മരണം അത് വെറും ഒരു മരണം മാത്രമല്ല, ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. ആ കുഞ്ഞിൻ്റെ അമ്മയെന്ന് പറയപ്പെടുന്ന നെറികെട്ടവളും അവളുടെ കാമം തീർക്കാൻ വേണ്ടി അവൾ കണ്ടുപിടിച്ച കാമുകനും ചേർന്നുകൊണ്ട് നടത്തിയ ക്രൂരമായ കൊലപാതകം. നെടുമങ്ങാട് സ്വദേശിനിയാണ് ഈ ദീപ്തി എന്ന് പറയുന്ന നെറികെട്ടവൾ. 2 കുട്ടികളുടെ അമ്മയാണ്. എന്നാൽ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങളും ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗവും ഈ ദീപ്തി എന്ന് പറയുന്നവളെ കൊണ്ടെത്തിച്ചത് അഷ്കർ എന്ന് പറയുന്ന നെറികെട്ടവനായ ഒരു ചെറുപ്പക്കാരനിലേക്കാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ അവിഹിത ബന്ധങ്ങൾക്ക് ഏറ്റവും വലിയ വളമിട്ട് കൊടുക്കുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ഒക്കെ വന്നതിന് ശേഷം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള അവിഹിത ബന്ധങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. അത്തരത്തിൽ അഷ്കർ എന്ന് പറയുന്ന നെറികെട്ടവനുമായി ഒരുമിച്ച് ജീവിക്കുകയാണ്. സ്വന്തം ഭർത്താവിനെയും മൂത്ത കുട്ടിയും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഇളയ കുട്ടിയും കൊണ്ടാണ് ഈ നെറികെട്ടവൾ ഈ അഷ്കർ എന്ന് പറയുന്ന ഈ നരാധമനുമായി ചേർന്നുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചത്. കാമം തീർക്കാൻ വേണ്ടി ഒരുമിച്ച് ജീവിച്ച ഈ 2 നരാധമ കൂട്ടം ഇവർക്ക് പിന്നീട് ആ കുഞ്ഞൊരു ബാധ്യതയായി മാറിയത്രേ. മദ്യവും ലഹരിയും ഒക്കെ ഉപയോഗിച്ച് കാമം തീർക്കാൻ വേണ്ടി ഒരുമിച്ച് ജീവിച്ച ഇവറ്റകൾക്ക് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ഒരു അസഹനീയമായി തോന്നിയത്രേ. ബാധ്യതയാണെന്ന് തോന്നിയതിന് ശേഷം അടച്ചിട്ട മുറിക്കുള്ളിൽ ആ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് അനുഭവിച്ചത് വലിയ കൊടും പീഡനങ്ങളും വേദനകളുമാണ്. ആരും കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ക്രൂരതകളാണ് ആ മുറിക്കുള്ളിൽ ഈ അഷ്കർ എന്ന് പറയുന്ന നരാധമൻ, അതിന് കൂട്ടുനിന്നത് ഈ പറയപ്പെടുന്ന ഈ സ്ത്രീയും 2 പേരും കൂടി ചേർന്ന് ആ കുഞ്ഞിനോട് കാണിച്ചത്. ഇതിനൊക്കെ പറയുന്ന ന്യായങ്ങൾ കുഞ്ഞ് നിർത്താതെ കരയുന്നുവെന്നടക്കമുള്ള കുറേ ന്യായങ്ങളാണ്. ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് പോലും ചിന്തിച്ചു പോവുകയാണ്. മനുഷ്യന്മാരെയല്ല. മനുഷ്യന്മാർക്ക് മനസ്സിൽ ഒരു ഇത്തിരിയെങ്കിലും മനുഷ്യത്വമെങ്കിലും ഉണ്ടാകും. ഇതും പോലും ഇല്ലാത്ത നെറികെട്ട നരാധമ കൂട്ടമാണ്. ആ പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി ക്രൂരമായ പല വിധത്തിലുള്ള മാർഗങ്ങളാണ് സ്വീകരിച്ചത് എന്ന് ഒരു കൂസൽ പോലും ഇല്ലാതെ ആ നെറികെട്ടവൻ പോലീസിനോട് പറഞ്ഞു വെക്കുന്നുണ്ട്. പലതവണയായി ആ കുഞ്ഞിനെ ചീത്ത വിളിച്ചു. ആ കുഞ്ഞിനെ പ്രസവിച്ച ആ നരാധമയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഈ നെറികെട്ടവൻ ആ കുഞ്ഞിനെ പലതവണയായി ഉപദ്രവിച്ചു. ആ കുഞ്ഞിനെ പലതവണയായി കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. ഇതിനെല്ലാം കാവൽ നിൽക്കുന്നത്, ഇതെല്ലാം ഒരു കൂസൽ പോലും ഇല്ലാതെ നോക്കി നിൽക്കുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയെന്ന് പറയപ്പെടുന്ന ആ നരാധമ കൂടിയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നോക്കൂ, ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരം എത്രമാത്രം വേദനകളെ താങ്ങാനാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പിഞ്ചു ശരീരമാണ്, 1.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ പിഞ്ചു കുഞ്ഞിനോടാണ് ഇവറ്റകൾ ഇത്രയധികം ക്രൂരതകൾ ചെയ്തു കൂട്ടിയത്. അടിയും ഇടിയും ഒക്കെ കൊണ്ട് ആ കുഞ്ഞ് അവസാനം അബോധാവസ്ഥയിലാവുകയാണ്. എന്നിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നില്ല. അവസാനം മരണപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം ഇവറ്റകൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. കുഞ്ഞിന് പെട്ടെന്ന് സുഖമില്ലാതായി എന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇവറ്റകളുടെ ശ്രമം. പക്ഷേ ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് ആ കുഞ്ഞ് മരണപ്പെട്ടിരുന്നു. ആ കുഞ്ഞിനെ ഡോക്ടർമാർ പരിശോധിക്കുന്ന സമയത്ത് ഡോക്ടർമാർക്ക് ആദ്യമേ തന്നെ സംശയം തോന്നി. ഇതൊരു വെറുമൊരു സാധാരണ ഒരു മരണമല്ല, ഇത് കൃത്യമായ ഒരു കൊലപാതകമായിരുന്നു. കാരണം ആ കുഞ്ഞിൻ്റെ ദേഹമാസകലം മുറിവുകളോടുകൂടിയുള്ള ഒരുപാട് പാടുകളുണ്ടായിരുന്നു. പിന്നീട് ആ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം കേട്ടത് കേരള മനസാക്ഷി വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയും ശ്വാസം മുട്ടിയും ഒക്കെയാണ് ആ കുഞ്ഞ് മരണപ്പെട്ടത് എന്ന് കണ്ടെത്തുകയുണ്ടായി. 1ഉം 2ഉമല്ല, 51 മുറിവുകൾ. 51 മുറിവുകൾ. നിങ്ങൾ ആലോചിക്കണം, ഒരു കുഞ്ഞിൻ്റെ ദേഹത്തുണ്ടായത് 51 മുറിവുകളാണ്. ആ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിന് വരെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പാദങ്ങളിൽ പൊള്ളിച്ച പാടുകളുണ്ടായിരുന്നു. 2 കൈയുമൊക്കെ നേരത്തെ തന്നെ തല്ലിയൊടിച്ച് പ്ലാസ്റ്ററൊക്കെ ഇട്ടിരുന്നു. ഒരു വ്ളോഗറിൻ്റെ വീഡിയോയിൽ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന ആ കുഞ്ഞും
അതോടൊപ്പം ആ കുഞ്ഞിനെ പ്രസവിച്ച ആ നരാധമയും കൂടി ചേർന്നുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വൈറലാകുന്നുണ്ട്. അന്ന് ആ സമയത്ത് ആ വ്ളോഗർ ഈ നെറികെട്ടവളോട് കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൾ അന്ന് അതിന് പറഞ്ഞ കള്ളമെന്ന് പറയുന്നത് ആ കുഞ്ഞ് സൈക്കിളിൽ നിന്നും കൈക്ക് പരിക്ക് പറ്റി എന്നുള്ളതായിരുന്നു. നോക്കൂ, തന്റെ സ്വന്തം താല്പര്യങ്ങൾക്കും സുഖത്തിനും കാമത്തിനും വേണ്ടി താൻ പ്രസവിച്ച തന്റെ സ്വന്തം കുഞ്ഞിനെ തന്റെ കാമുകന് കൊല്ലാൻ വേണ്ടി ഇട്ടെറിഞ്ഞു കൊടുക്കുന്ന സ്ത്രീയും, അതോടൊപ്പം ഒരു മനുഷ്യത്വം പോലും ഇല്ലാതെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇത്രയധികം ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യന്മാരുള്ള കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിച്ചിരിക്കുന്നത്. മനുഷ്യന്മാർ മൃഗത്തേക്കാൾ ക്രൂരന്മാരായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അഷ്കറും ദീപ്തിയും എന്ന് പറയുന്ന ഈ 2 നെറികെട്ട വർഗം. നമുക്കിതിനെല്ലാം ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. നമ്മുടെ നിയമങ്ങൾ അത് പലപ്പോഴും സ്ട്രോങ് ആകാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നിരന്തരമായി ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ മനുഷ്യത്വമില്ലാത്ത നെറുകെട്ട വർഗങ്ങളെ ഒന്നും നോക്കാതെ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടതുണ്ട്, തൂക്കിക്കൊല്ലേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ അത് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ഇവറ്റകളൊന്നും സമൂഹത്തിൽ ജീവിക്കാനേ പാടില്ല. പക്ഷെ നമ്മുടെ നിയമങ്ങൾ പലപ്പോഴും ഇത്തരം കൊലപാതകികൾക്ക് അവർക്ക് വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ചെയ്യാനുള്ള പ്രേരണ നൽകുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. കാരണം ഇവറ്റകളൊക്കെ ജയിലിൽ പോയി കഴിഞ്ഞാൽ സുഭിക്ഷമായ ഭക്ഷണവും ശമ്പളവും ഒക്കെ കിട്ടി സുഖമായി ജീവിക്കുകയാണ്. ഇവറ്റകൾക്കൊക്കെ എന്തു ശിക്ഷയാണ് കിട്ടുന്നത്? എന്ത് നീതിയാണിത്? നോക്കി, അഷ്കർ എന്ന് പറയുന്ന നെറികെട്ടവൻ ആൾ ചില്ലറക്കാരനൊന്നുമല്ല. ഇവ നല്ല ഒന്നാം തരം ക്രിമിനലാണ്, ഒന്നാം തരം ക്രിമിനൽ. ഇതിനു മുമ്പ് ആമിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവനാണ് ഈ അഷ്കർ എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനൽ. ആമിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചുകൊണ്ട് ആ പെൺകുട്ടിയോട് ഇവനും ഇവൻ്റെ കുടുംബവും ചേർന്ന് വലിയ രീതിയിലുള്ള പീഡനങ്ങളും അതോടൊപ്പം ആക്രമണങ്ങളുമൊക്കെ നടത്തിയെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ആമിനയുടെ ഉമ്മ പത്രവാർത്താ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ നിന്നും ആ പെൺകുട്ടി അനുഭവിച്ചത് ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളുമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞാനൊന്ന് കേൾപ്പിക്കാം. മോളെ തല ഭിത്തിയിൽ വെച്ചിടിക്കും, ബാക്ക് സൈഡ് നമ്മളെ സെറിബെല്ലത്തിന്റെ ഭാഗത്താണ് ഇടി എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിൽ വെച്ചാണ് ഇടിക്കണം. ഇടിച്ച് ബോധം കെട്ട് പല ദിവസവും കിടന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് തള്ളയും സഹോദരിയും ഇവനും കൂടെ എൻ്റെ കൊച്ചിനെ വീട്ടിൽ എന്നെ കൊണ്ടാക്കെന്നും പറഞ്ഞ് കതവ് തുറന്ന് ഇറങ്ങാൻ പോയപ്പോഴത്തേക്ക് 3 പേരും കൂടെ വലിച്ചഴച്ച് ബാത്റൂമിൽ കൊണ്ടിട്ട് വീണ്ടും ഇവൻ വയറ്റിൽ ചവിട്ടുകയും ഇടിക്കുകയും ചെവിട്ടത്ത് ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരതയാണ്. അതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ കൊച്ചിനെ പല പ്രാവശ്യമായിട്ട് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച് പല പ്രാവശ്യം അവർ കൊല്ലാൻ ശ്രമിച്ച് കൊച്ചിനെ ഫാനിൽ ഇവരെ കെട്ടിത്തൂക്കാൻ ഒരുങ്ങി അടിച്ച് 3 പേരും കൂടെ അടിച്ചിട്ട് കൊച്ചു അബോധാവസ്ഥ ആയപ്പോഴത്തേക്ക് ഫാനിൽ കെട്ടിത്തൂക്കാൻ ഒരുങ്ങിയപ്പോൾ എങ്ങനെയോ എൻ്റെ കൊച്ചിന് ഓർമ്മശക്തി ദൈവം തമ്പുരാൻ കൊടുത്ത്. അങ്ങനെ കൊച്ച് കരഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് അയൽവക്കക്കാർ കേട്ട് അവർ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ ആ വീട്ടിൽ ഭയങ്കര വഴക്കാണെന്ന്. അയൽവക്കക്കാർ ആരും അവിടെ സഹകരിക്കില്ല. കാരണം ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴും ആ സ്ത്രീ ഇട്ടിരിക്കുന്ന വസ്ത്രം വലിച്ചു കീറിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് അവർക്ക് വിജയത്തിന് വേണ്ടി. അതുകൊണ്ട് അവിടെയുള്ള അയൽവക്കക്കാരാ നാട്ടുകാരാ ഒന്നും ഇവരോടൊന്നും പറയൂല. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇപ്പോഴൊന്ന് കാണേണ്ടതാണ്. വല്ലാത്തൊരവസ്ഥയാണ്. ഇതോടൊപ്പം ഈ ഉമ്മയുടെ ഇളയ മകൻ, ആ കുട്ടിയും ഇതുപോലെ ഒരു ദിവസം മുങ്ങി മരണപ്പെട്ടു. ആ കുട്ടിയുടെ മരണത്തിന് പിന്നിലും ഇവൻ്റെ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ, ഇവൻ്റെ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ആ ഉമ്മ സംശയിച്ച് പറയുന്നുണ്ട്. എൻ്റെ മോനെ എവനാണോ കൊന്നത് തന്നെ എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ മോനെ വെള്ളത്തിൽ മുക്കി കൊല്ലുമെന്ന് പറഞ്ഞ്, എൻ്റെ മോനെ സ്കൂളിൽ ഗുണ്ടാളെ വിട്ട് അടിച്ചു കൊല്ലുമെന്ന് പറഞ്ഞ്, അതിനുശേഷമാണ് എൻ്റെ മോൻ മരിക്കുന്നത്. ഞങ്ങൾ എല്ലാം കൊണ്ട് തകർന്ന ഒരു അവസ്ഥയിലാണ്. മോന് ഇപ്പോൾ ഹൈസ്കൂളിൽ പോയി. ഞങ്ങളടുത്ത് മെഡിക്കൽ കോളേജിൽ 2 ദിവസം ഞങ്ങളടുത്ത് കിടന്നിറങ്ങിയിട്ട് പിറ്റേന്ന് പോയ മോനാണ്. അപ്പോൾ അന്ന് 2024 ജൂൺ 4-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. സ്കൂളിൽ പോയി അഡ്മിഷന് കൊടുത്തിട്ട് തിരിച്ചു അവനും അവൻ്റെ കൂട്ടുകാരനും കൂടെ വന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി കൂട്ടുകാരൻ പറഞ്ഞാൽ കുളിക്കാൻ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതൊക്കെ അവർക്ക് മാത്രമേ അറിയാവൂ. അങ്ങനെ 2 പേരും കൂടെ കുളിക്കാൻ ഇറങ്ങി എൻ്റെ മോൻ മുങ്ങി മരിച്ചെങ്കിലും അവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൻ വെള്ളം കുടിച്ചിട്ടില്ല, ശ്വാസം മുട്ടിയിട്ടില്ല, മലമൂത്ര വിസർജനം ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ മരിച്ചെന്നാണ് ഞങ്ങളെ ഒരു ചിന്ത ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മോൻ്റെ. ഈ നെറികെട്ടവനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ മറ്റുമൊക്കെ ആ ഉമ്മ നിരന്തരമായി പരാതി പറഞ്ഞുവെങ്കിലും ആരും ചെവികൊണ്ടില്ല. അന്ന് ഈ നെറികെട്ടവനെതിരെ ആ പോലീസ് കൃത്യമായ ആക്ഷൻ എടുത്തിരുന്നുവെങ്കിൽ ഈ 1.5 വയസ്സുള്ള കുഞ്ഞ് ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുമായിരുന്നു. പൊതുജനങ്ങൾക്ക് സംരക്ഷണമൊരുക്കേണ്ട പോലീസ് തന്നെ ഇത്തരത്തിൽ അലക്ഷ്യമായി പെരുമാറുമ്പോൾ, അലക്ഷ്യമായി ജോലി ചെയ്യുമ്പോൾ ഇതുപോലെയുള്ളവന്മാരെയൊന്നും സർവീസിൽ ഇരുത്താനേ പാടില്ല. നടപടിയെടുക്കണം. എല്ലാറ്റിൻ്റെയും പേര് നടപടിയെടുക്കണം. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചിന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഈ 2 നരാധമ കൂട്ടത്തിനെയും അതിന് സൗകര്യമൊരുക്കി കൊടുത്ത എല്ലാറ്റിനെയും കൃത്യമായ നടപടിയെടുത്തുകൊണ്ട് ശിക്ഷിക്കേണ്ടതുണ്ട്. ആ കുഞ്ഞിന് നീതി ലഭിക്കേണ്ടതുണ്ട്.